നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ജൂപ്പിറ്റർ. സൂര്യനിലുള്ള അതേ ഘടകങ്ങളാണ് ജൂപ്പിറ്ററിലും പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത്. അതായത് ഹൈഡ്രജനും ഹീലിയവും. ജൂപ്പിറ്റർ വളരെയേറെ മാസ് കൂടിയ ഗ്രഹമാണ്. കൂടുതൽ എന്ന് വെച്ചാൽ സോളാർ സിസ്റ്റത്തിലെ ബാക്കി 7 ഗ്രഹങ്ങളുടെ മാസും ഒരുമിച്ച് ചേർത്താലും ജൂപ്പിറ്റർ അതിന്റെ 2.5 മടങ്ങ് മാസ് ഉണ്ടായിരിക്കും. സൂര്യന് സമാനമായ ഘടകങ്ങൾ ഉള്ളതുകൊണ്ടും ജൂപ്പിറ്ററിനെ ഒരു ഫെയിൽഡ് സ്റ്റാർ എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നക്ഷത്രമാകാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു പോയ ഗ്രഹം. ജൂപ്പിറ്ററിന് കുറച്ചുകൂടെ മാസ് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു നക്ഷത്രമായിട്ട് മാറുമായിരുന്നു എന്നാണ് അതിനെ ഫെയിൽഡ് സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം. എന്നാൽ യഥാർത്ഥത്തിൽ അത് എത്രത്തോളം വാസ്തവമാണ്? ശരിക്കും ജൂപ്പിറ്റർ ഒരു ഫെയിൽഡ് സ്റ്റാർ തന്നെയാണോ? കുറച്ചുകൂടെ മാസ് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു നക്ഷത്രമായിട്ട് മാറുമായിരുന്നു. അതിന്റെ വസ്തുത എന്താണെന്നും അങ്ങനെ ജൂപ്പിറ്റർ ഒരു നക്ഷത്രമായി മാറിയാൽ എന്തായിരിക്കും സൗരയൂഥത്തിൽ സംഭവിക്കുക എന്നും നമുക്ക് നോക്കാം. നമ്മുടെ രാത്രിയാകാശത്തിൽ ചന്ദ്രനും വീനസും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും തിളക്കമുള്ളത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പിറ്ററിന് തന്നെയാണ്. അതുകൊണ്ട് ജൂപ്പിറ്ററിനെ പണ്ട് മുതലേ ജ്യോതിശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുമായിരുന്നു. 70കളുടെ തുടക്കത്തിലാണ് ജൂപ്പിറ്ററിലേക്ക് ബഹിരാകാശ പേടകങ്ങൾ അയക്കാൻ തുടങ്ങിയത്. ആദ്യമായിട്ട് ജൂപ്പിറ്ററിനെ സന്ദർശിച്ച പേടകം നാസയുടെ പയോനിയർ 10 ആയിരുന്നു. അങ്ങനെ പേടകങ്ങൾ അയച്ച് നിരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോഴാണ് ജൂപ്പിറ്ററിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ സൂര്യനിൽ നിന്നും ജൂപ്പിറ്ററിൽ വന്ന് പതിക്കുന്ന ഊർജത്തിന്റെ ഇരട്ടി ഊർജം ജൂപ്പിറ്ററിന്റെ ഉള്ളിൽ നിന്നും ബഹിരാകാശത്തിലേക്ക് വമിക്കുന്നുണ്ട്. ഈ വസ്തുത തിരിച്ചറിഞ്ഞതോടെയാണ് ജൂപ്പിറ്റർ ഒരു ഫെയിൽഡ് സ്റ്റാർ ആണെന്ന ആശയം ആദ്യമായിട്ട് പ്രചരിക്കാൻ തുടങ്ങിയത്. പിന്നെ ബഹിരാകാശം നിരീക്ഷിച്ചപ്പോൾ മിൽക്കി വേയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു തരം ചെറിയ നക്ഷത്രങ്ങളെ ബഹിരാകാശ ഗവേഷകർ കണ്ടുപിടിക്കാൻ ഇടയായി. റെഡ് വാർഫുകൾ എന്നാണ് അത്തരം നക്ഷത്രങ്ങളെ പറയുന്നത്. നമ്മുടെ ഗാലക്സികളിൽ ഏറ്റവും കൂടുതലുള്ളത് ഇത്തരം റെഡ് വാർഫ് നക്ഷത്രങ്ങളാണ്. വലുപ്പം തീരെ കുറഞ്ഞ നക്ഷത്രങ്ങളാണ് റെഡ് വാർഫുകൾ. കുറവെന്ന് വെച്ചാൽ നമ്മുടെ സൂര്യന്റെ 10% വലുപ്പം പോലും സാധാരണ റെഡ് വാർഫിനുണ്ടായിരിക്കില്ല. ഏകദേശം 630 പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള ഒരു നക്ഷത്രമാണ് ഇതുവരേക്കും കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും ചെറിയ റെഡ് വാർഫ്. അതിന്റെ വ്യാസം എന്നത് 60,000 കിലോമീറ്റേഴ്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജൂപ്പിറ്ററിന്റെ പകുതി വലുപ്പം മാത്രമേ ഈ നക്ഷത്രത്തിനുള്ളൂ. ഇത്രയും ചെറിയ വസ്തു പോലും ഒരു നക്ഷത്രമായിട്ട് മാറിയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ജൂപ്പിറ്ററിന് നക്ഷത്രമായി മാറാൻ കഴിയാത്തത്? ജൂപ്പിറ്ററിനും നക്ഷത്രമായി മാറാൻ കഴിയാത്തതിന്റെ കാരണം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ നെബുലകളിൽ നിന്നുമാണ് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. മുഴുവൻ വാതകങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ വളരെ വലിയ ഘടനകളാണ് നെബുലകൾ. ഒരു നെബുലയ്ക്ക് പല പ്രകാശവർഷങ്ങളോളം വ്യാസമുണ്ടായിരിക്കും. ഒരു നെബുലയിലുള്ള വാതകങ്ങളും പൊടിപടലങ്ങളും ഒക്കെ പല ഭാഗങ്ങളായിട്ട് ഒരുമിച്ച് കൂടും. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഭാഗങ്ങളിൽ മാസ് വളരെയേറെ കൂടുതലാകും. കാരണം അവിടെയൊക്കെ അത്ര അധികം സമ്മർദ്ദം അനുഭവപ്പെടും. ഈ സമ്മർദ്ദം താങ്ങാനാകാതെ ആ ഭാഗങ്ങളിലെ കണികകളെല്ലാം തമ്മിൽ കൂടിച്ചേരാൻ തുടങ്ങും. അതായത് അവിടെയൊക്കെ ഫ്യൂഷൻ പ്രക്രിയകൾ ആരംഭിക്കാൻ തുടങ്ങും. പതിയെ പതിയെ ഈ ഭാഗങ്ങളിൽ കൂടുതൽ മാസ് അടിയുകയും അങ്ങനെ കാലക്രമേണ ആ ഭാഗങ്ങളെല്ലാം നക്ഷത്രങ്ങളായി മാറുകയും ചെയ്യും. ഇങ്ങനെയാണ് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. നക്ഷത്രമായിട്ട് മാറാൻ തുടങ്ങുന്ന സമയത്ത് ആ നക്ഷത്രത്തിന് ചുറ്റും വലിയൊരു ഡിസ്ക് ഉണ്ടായിരിക്കും. അതിനെ പ്രോട്ടോ പ്ലാനറ്ററി സിസ്റ്റം എന്നാണ് പറയുന്നത്. ഈ ഡിസ്കിലുള്ള വലിയൊരു ശതമാനം പദാർത്ഥങ്ങളും മധ്യഭാഗത്തിൽ, അതായത് നക്ഷത്രം രൂപം കൊള്ളുന്ന ഭാഗത്തിലേക്ക് പോകും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആ പദാർത്ഥങ്ങൾ ഭൂരിഭാഗവും നക്ഷത്രമായിട്ട് കൂടിച്ചേരും. അതിനുശേഷം അവശേഷിക്കുന്ന പൊടിപടലങ്ങളിൽ നിന്നുമാണ് കാലക്രമേണ ഗ്രഹങ്ങൾ രൂപം കൊള്ളുന്നത്. അത് ഈ ആനിമേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെയാണ് നമ്മുടെ ജൂപ്പിറ്ററും രൂപം കൊണ്ടത്. അതായത് സൂര്യന്റെ ചുറ്റും ഉണ്ടായ ഡിസ്കിൽ അവശേഷിച്ച പൊടിപടലങ്ങളിൽ നിന്നും അല്ലാതെ സ്വതന്ത്രമായ ഒരു വസ്തുവായിട്ടല്ല ജൂപ്പിറ്റർ ഉണ്ടായത്. അതിലുള്ള പ്രശ്നം എന്താണെന്നാൽ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിലുള്ള ഭൂരിഭാഗം പദാർത്ഥങ്ങളെയും മധ്യഭാഗത്തിൽ രൂപം കൊള്ളുന്ന നക്ഷത്രം വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ അവശേഷിക്കുന്ന പദാർത്ഥങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന വസ്തുക്കളൊന്നും ഒരു നക്ഷത്രമായി മാറാൻ വേണ്ട അത്ര മാസ് ഉണ്ടായിരിക്കില്ല. നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ ബാക്കി എല്ലാ ഗ്രഹങ്ങളുടെയും മാസിന്റെ 2.5 മടങ്ങ് മാസ് ജൂപ്പിറ്ററിനുണ്ടെങ്കിലും ശരിക്കും സൗരയൂഥത്തിലെ 99.9% മാസും അടങ്ങിയിരിക്കുന്ന സൂര്യനിൽ മാത്രമാണ്. റെഡ് വാർഫുകളുടെ വലിപ്പം തീരെ കുറവാണെങ്കിൽ പോലും അവയുടെ സാന്ദ്രത വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ അവയുടെ മാസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവയുടെ മധ്യഭാഗത്തിൽ സമ്മർദ്ദം അധികമാകുന്നതും അവിടെ ഫ്യൂഷൻ പ്രക്രിയ തുടങ്ങി അതൊരു നക്ഷത്രമായിട്ട് മാറുന്നത്. എന്നാൽ ജൂപ്പിറ്ററിനാണെങ്കിൽ അതിനുള്ള മാസ് ലഭിച്ചില്ല. ജൂപ്പിറ്ററിന് ഒരു നക്ഷത്രമായിട്ട് മാറണമെങ്കിൽ ഇപ്പോൾ ഉള്ളതിന്റെ 70 മുതൽ 80 മടങ്ങ് വരെ മാസ് വേണമായിരുന്നു. അല്ലാതെ അതൊരു നക്ഷത്രമായി മാറാൻ കുറച്ചുകൂടെ മാസ് ഉണ്ടായിരുന്നാൽ പോരാ. 70 മടങ്ങിൽ കൂടുതൽ മാസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ കഠിനമായ സമ്മർദ്ദം താങ്ങാനാകാതെ അവിടെ ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ജൂപ്പിറ്റർ ഒരു ഫെയിൽഡ് സ്റ്റാർ ആണോ എന്ന് ചോദിച്ചാൽ അതെ എന്നും അല്ല എന്നും പറയാം. കാരണം നക്ഷത്രമാകാത്ത ഏതൊരു വസ്തുവും ഫെയിൽഡ്
സ്റ്റാർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ജൂപ്പിറ്റർ മാത്രമല്ല സൂര്യനൊഴികെ സൗരയൂഥത്തിലെ നമ്മുടെ ഭൂമി ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ വസ്തുക്കളും യഥാർത്ഥത്തിൽ ഫെയിൽഡ് സ്റ്റാർസ് ആണ്. നമ്മുടെ ചന്ദ്രനും ഉൽക്കകളും വാൽ നക്ഷത്രങ്ങളും അങ്ങനെയെല്ലാം തന്നെ നക്ഷത്രമാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ വസ്തുക്കളാണ്. പക്ഷെ ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ ജൂപ്പിറ്ററിനെ യഥാർത്ഥത്തിൽ നമുക്ക് ഫെയിൽഡ് സ്റ്റാർ എന്ന് വിളിക്കാൻ കഴിയില്ല. അങ്ങനെ ഫെയിൽഡ് സ്റ്റാർസ് എന്ന് വിളിക്കുന്നത് മറ്റൊരു തരം വസ്തുക്കളെയാണ്. നെബുലയിൽ നിന്നും നക്ഷത്രങ്ങൾ രൂപം കൊള്ളാൻ തുടങ്ങുമ്പോൾ അവിടെ ഫ്യൂഷൻ പ്രക്രിയ ആരംഭിക്കും. പക്ഷെ ചില നക്ഷത്രങ്ങൾ പൂർണ്ണമായി രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ അവ നെബുലയിൽ നിന്നും ചിതറിപ്പോകാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ചില നക്ഷത്രങ്ങൾ പൂർണ്ണമായി രൂപം കൊള്ളുന്നതിന് മുന്നേ അവിടെയുള്ള പദാർത്ഥങ്ങൾ മുഴുവനും തീർന്നിട്ടുണ്ടാവുകയും ചെയ്യാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ അതിന് കൂടുതൽ മാസ് ലഭിക്കുകയില്ല. അതായത് അവ ശരിക്കുമുള്ള നക്ഷത്രങ്ങൾ ആവുകയില്ല. അങ്ങനെ മാസ് കുറവായതിനാൽ അവയിൽ സംഭവിച്ചിരുന്ന ഫ്യൂഷൻ റിയാക്ഷൻ വളരെ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ അത് നിലയ്ക്കും. അപ്പോൾ അതൊരു വാതക ഭീമൻ ഗ്രഹത്തിനെ പോലെയായി മാറും. സാധാരണ ഗ്രഹങ്ങൾ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിൽ നിന്ന് രൂപം കൊള്ളുമ്പോൾ ഇത്തരം ഗ്രഹങ്ങൾ നെബുലയിൽ നിന്നും നേരിട്ട് രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. ഇത്തരം വസ്തുക്കളെ ബ്രൗൺ ഡ്വാർഫ് എന്നാണ് വിളിക്കുന്നത്. ഈ ബ്രൗൺ ഡ്വാർഫുകളാണ് യഥാർത്ഥത്തിൽ ഇവയാണ് ശരിക്കും നക്ഷത്രങ്ങളാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയത്. ഇനി ജൂപ്പിറ്ററിന് ഒരു നക്ഷത്രമായി മാറാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉള്ളതിന്റെ 80 മടങ്ങോളം മാസ് ഉണ്ടെങ്കിൽ മാത്രമേ ജൂപ്പിറ്ററിന് ഒരു നക്ഷത്രമാകാൻ കഴിയുകയുള്ളൂ. പക്ഷേ അത്രയും മാസ് ഒരിടത്തു നിന്നും ഇനി ജൂപ്പിറ്ററിന് ലഭിക്കുകയില്ല. കുറഞ്ഞ പക്ഷം 13 മടങ്ങ് മാസ് എങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു ബ്രൗൺ ഡ്വാർഫ് എങ്കിലും ആകാൻ പറ്റൂ. പക്ഷേ സൗരയൂഥത്തിലെ ബാക്കി ഗ്രഹങ്ങളെയും ഉൽക്കകളെയും വാൽ നക്ഷത്രങ്ങളെയും അങ്ങനെ എല്ലാ വസ്തുക്കളെയും കൊണ്ട് ജൂപ്പിറ്ററിൽ ഇട്ടാലും അതിന്റെ മാസ് ഒരു മടങ്ങ് പോലും വർദ്ധിക്കില്ല. ഒരു പക്ഷെ നമ്മൾ ഒരു ടൈപ്പ് 3 തലത്തിലൊക്കെ എത്തി, അതായത് മറ്റു നക്ഷത്രങ്ങളിലേക്ക് വ്യാപിച്ച് പുരോഗമന സമൂഹമായിട്ട് മാറിയാൽ പുറത്തു നിന്നും ഒരുപാട് വാതക ഭീമൻ ഗ്രഹങ്ങളെ സോളാർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ജൂപ്പിറ്ററിൽ നിക്ഷേപിക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ ഒരു ചെറിയ നക്ഷത്രമാക്കി മാറ്റാം. അല്ലാതെ സ്വാഭാവികമായിട്ട് ജൂപ്പിറ്ററിനെ ഒരിക്കലും ഒരു നക്ഷത്രമാകാനോ ബ്രൗൺ ഡ്വാർഫ് ആകാൻ പോലും കഴിയില്ല. പക്ഷെ സാങ്കല്പികമായി ഏതെങ്കിലും വിധത്തിൽ ജൂപ്പിറ്റർ ഒരു നക്ഷത്രമായിട്ട് മാറിയാൽ എന്തായിരിക്കും സൗരയൂഥത്തിൽ സംഭവിക്കുക? അത് കാരണം എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഭൂമിയിൽ ഉണ്ടാകുന്നത്? സൗരയൂഥത്തിന്റെ ആരംഭകാലത്തിൽ സൂര്യന്റെ ഒപ്പം തന്നെ ജൂപ്പിറ്ററും സൂര്യനെ പോലെ ഒരു നക്ഷത്രമായിട്ട് മാറിയിരുന്നെങ്കിൽ ഇന്ന് സൗരയൂഥം ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റമായിട്ട് മാറുമായിരുന്നു. അതായത് 2 നക്ഷത്രങ്ങൾ പരസ്പരം വലം വെക്കുന്ന ഒരു നക്ഷത്ര വ്യൂഹം. പക്ഷെ അങ്ങനെയായിരുന്നെങ്കിൽ അത് ബാക്കി ഗ്രഹങ്ങളെയൊക്കെ ബാധിച്ചേനെ. ചിലപ്പോൾ നമ്മുടെ ഭൂമി ഉണ്ടാവുക പോലും ഇല്ലായിരുന്നു. ഉണ്ടായാൽ തന്നെ 2 നക്ഷത്രങ്ങളുടെ ഊർജം കാരണം ഭൂമി വാസയോഗ്യമാവുകയില്ലായിരുന്നു. എന്നാൽ നമ്മൾ ജൂപ്പിറ്ററിനെ ഒരു നക്ഷത്രമാക്കി മാറ്റുകയാണെങ്കിലോ ഇപ്പോൾ എന്തായിരിക്കും സൗരയൂഥത്തിന്റെ അവസ്ഥ? ജൂപ്പിറ്ററിനെ പോലെ 80 വാതക ഭീമൻ ഗ്രഹങ്ങളെ കൊണ്ടുവന്ന് ജൂപ്പിറ്ററിൽ കൂട്ടിയിടിപ്പിച്ചാൽ മാത്രമേ ജൂപ്പിറ്ററിനെ നമുക്കൊരു നക്ഷത്രമാക്കി മാറ്റാൻ പറ്റൂ. അത് സാധ്യമാകണമെങ്കിൽ നമ്മൾ കുറഞ്ഞ പക്ഷം ടൈപ്പ് 2 തലത്തിലെങ്കിലും എത്തണം. അപ്പോൾ മാത്രമേ നമ്മുടെ ടെക്നോളജി അത്രത്തോളം വളരുകയുള്ളൂ. ആ സമയത്തിൽ നമുക്ക് ജൂപ്പിറ്ററിനെ ഒരു നക്ഷത്രമാക്കി മാറ്റാം. പക്ഷെ 80 മടങ്ങ് മാസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സൂര്യനെ പോലെ ഒരു നക്ഷത്രമായിരിക്കില്ല. പകരം അത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ചെറിയ റെഡ് ഡ്വാർഫ് നക്ഷത്രമായിരിക്കും. അത്തരം ഒരു നക്ഷത്രത്തിൽ നിന്നും വമിക്കുന്നത് തീരെ മങ്ങിയ പ്രകാശമായിരിക്കും. മങ്ങിയതെന്ന് വെച്ചാൽ നമ്മൾ നിരീക്ഷിച്ചിട്ടുള്ള വലിയ റെഡ് ഡ്വാർഫുകൾ വരെ സൂര്യന്റെ 1% പ്രകാശം പോലും ഇല്ലായിരുന്നു. അപ്പോൾ ജൂപ്പിറ്റർ റെഡ് ഡ്വാർഫിന് സൂര്യന്റെ 0.1% പ്രകാശമെങ്കിലും ഉണ്ടായിരിക്കുമോ എന്നത് പോലും സംശയമാണ്. ഭൂമി സൂര്യനിൽ നിന്നും ആയിരിക്കുന്നതിന്റെ 5 മടങ്ങ് ദൂരത്തിലാണ് ജൂപ്പിറ്റർ ഭൂമിയിൽ നിന്നും ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂപ്പിറ്റർ നക്ഷത്രത്തിൽ നിന്നുമുള്ള പ്രകാശം കാരണം നമ്മുടെ ഗ്രഹത്തിന്റെ താപനിലയിൽ യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല. രാത്രിയിൽ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ജൂപ്പിറ്റർ ആയിരിക്കും. പക്ഷെ ചന്ദ്രന്റെ അത്ര പ്രകാശം പോലും ഉണ്ടായിരിക്കില്ല. ഭൂമിക്ക് മാത്രമല്ല ഇന്നർ സോളാർ സിസ്റ്റത്തിലെ മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും തന്നെ, അതായത് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് ഈ 4 ഗ്രഹങ്ങൾക്കും ജൂപ്പിറ്റർ റെഡ് ഡ്വാർഫ് കാരണം അവയുടെ ഭ്രമണപഥത്തിൽ യാതൊരു മാറ്റങ്ങളും സംഭവിക്കുകയില്ല. എന്നാൽ ഔട്ടർ സോളാർ സിസ്റ്റം പ്ലാനറ്റ്സ്, അതായത് സാറ്റൻ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷെ അവ തമ്മിൽ കൂട്ടിയിടിക്കുകയൊന്നും ചെയ്യില്ല. അതിനു മാത്രമുള്ള ഗ്രാവിറ്റി ഒന്നും ജൂപ്പിറ്റർ റെഡ് ഡ്വാർഫിന് ഉണ്ടായിരിക്കില്ല. എല്ലാ ഗ്രഹങ്ങളും ഒന്നെങ്കിൽ ജൂപ്പിറ്ററിന്റെ ഉള്ളിലാകും, അല്ലെങ്കിൽ ജൂപ്പിറ്ററിൽ നിന്നും വളരെ വേഗത്തിൽ ഏതെങ്കിലും ദിശയിലേക്ക് പറന്നു പോകും. അതാണ് ജൂപ്പിറ്റർ റെഡ് ഡ്വാർഫ് കാരണം ഭൂമിയും മറ്റു ഗ്രഹങ്ങൾക്കും നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. ജൂപ്പിറ്ററിൽ വീഴുന്ന വസ്തുക്കളൊന്നും നമ്മുടെ പ്രശ്നമല്ല. എന്നാൽ തൂക്കിയെറിയപ്പെടുന്ന വസ്തുക്കൾ ഒരു പക്ഷേ നമുക്ക് നേരെയാണ് വരുന്നതെങ്കിൽ അതോടെ ഭൂമിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ജൂപ്പിറ്ററിന് സമീപത്തിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് നിലനിൽക്കുന്നത്. ജൂപ്പിറ്റർ റെഡ് ഡ്വാർഫിന് ഗ്രാവിറ്റി കാരണം വലിയൊരു ശതമാനം ആസ്ട്രോയിഡ്സിന്റെയും ഭ്രമണപഥങ്ങൾ ആകെ തകരാറിലാകും. ആയിരക്കണക്കിന് അല്ലെങ്കിൽ ഒരു പക്ഷേ ലക്ഷക്കണക്കിന് ആസ്ട്രോയിഡ്സ് ആയിരിക്കും സൗരയൂഥത്തിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നത്. അതിൽ ഒരുപാട് ഉൽക്കകൾ ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സൗരയൂഥത്തിന് പുറത്തു പോയി ജൂപ്പിറ്ററിനെ പോലെ 80 ഗ്രഹങ്ങളെ കൊണ്ടുവന്ന് ജൂപ്പിറ്ററിൽ കൂട്ടിയിടിപ്പിക്കാൻ
അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഈ ഉൽക്കകളൊന്നും നമുക്കൊരു വിഷയമേ ആയിരിക്കില്ല. ജൂപ്പിറ്റർ നക്ഷത്രത്തിന് ഒരു ചെറിയ ഹാബിറ്റബിൾ മേഖലയും ഉണ്ടാകും. ജൂപ്പിറ്ററിൽ നിന്നും ഏകദേശം 40 ലക്ഷം കിലോമീറ്റർ ദൂരം മുതൽ 1 കോടി കിലോമീറ്റർ ദൂരം വരെ ആയിരിക്കും അതിന്റെ ഹാബിറ്റബിൾ മേഖല. ഭാവിയിൽ സൂര്യൻ നശിച്ച് വൈറ്റ് ഡ്വാർഫായി മാറുന്ന സമയത്ത് ഇങ്ങനെ ജൂപ്പിറ്ററിനെ ഒരു റെഡ് ഡ്വാർഫ് നക്ഷത്രമാക്കി മാറ്റിയാൽ നമുക്ക് വീണ്ടും സൗരയൂഥത്തിൽ തന്നെ ഒരുപാട് കാലം ജീവിക്കാനാകും. പക്ഷെ അന്ന് നമുക്ക് സൗരയൂഥത്തിൽ തന്നെ പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. കാരണം അന്ന് നമ്മൾ മിൽക്കി വേ ഗാലക്സി മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടാകും.